ഞാനിപ്പോൾ ഉള്ളത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണ്. നമ്മളോടൊപ്പം നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ കൂടി ചേരുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ ഒരു ത്രികോണ മത്സരമുണ്ടെന്ന് തോന്നുന്നു. വട്ടിയൂർക്കാവിൽ മാത്രമല്ല, ആക്ച്വലി ഇന്ന് കേരളം ഒട്ടാകെ നമ്മൾ ഒരു വ്യത്യസ്തമായൊരു മത്സരം നടക്കുന്നത്. പണ്ടെപ്പോഴും രണ്ടുപേര് മത്സരിക്കും, അവരിൽ ഏതെങ്കിലും ഒരാൾ ജയിക്കും. ഇന്ന് ഈ രണ്ടു പേർക്കും ആകെ ഒരു കൺഫ്യൂഷനിലോട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ BJPയുടെ വളർച്ചയാണ്. അപ്പോൾ അതിനകത്ത് തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത്. അതിലൊന്നാണ് വട്ടിയൂർക്കാവ്. ഇത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എത്രത്തോളമാണ് വിജയപ്രതീക്ഷ സംസ്ഥാനത്താകെ? ഇപ്പോൾ നമുക്കൊരു കൃത്യമായി ഫിഗർ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു കാര്യം തീരുമാനമായി. കാരണം ഞാനൊക്കെ ഇത് ചെറുപ്രായത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രവർത്തിക്കാൻ ആളില്ല, സാമ്പത്തികമായിട്ട് ഒന്നിനും ബലമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. എല്ലാ പാർട്ടിക്കാരും ഉറ്റുനോക്കുന്നത് BJPയിലോട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ BJP എത്ര സീറ്റ് നേടുന്നു അതനുസരിച്ചായിരിക്കും ഒരു നേരെ ചൊവ്വൊരു മന്ത്രിസഭ ഉണ്ടാവും, തൂക്കുമന്ത്രിസഭ ഉണ്ടാവും. ഇതിനെപ്പറ്റി വരെ ചർച്ചയായി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടെ വരെ വളർന്നു കഴിഞ്ഞു. കാരണം നമുക്കിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ MLA-മാരെ കണക്കെടുത്താൽ 1000-ലധികം MLA-മാർ, 10-17 മുഖ്യമന്ത്രിമാർ, അത്ര വലിയൊരു പാർട്ടി ആയി കഴിഞ്ഞു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ മാറ്റം ഇവിടെ ഉണ്ടായേ പറ്റൂ. കാരണം കാലങ്ങളായിട്ട് ഒരു തലമുറയ്ക്ക് ഈ വികസനം എന്ന് പറഞ്ഞാൽ തറക്കല്ലുകളിൽ മാത്രം കിടന്നിരുന്ന അവിടെ നിന്ന് നമ്മൾ ഇന്ന് കാണുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, അത് പ്രാവർത്തികമാകുന്നു. ഒരു ഉദാഹരണം പറയാം. നമുക്കിവിടെ MLA-യും MP-മാരും ഇല്ലാത്ത കാലത്താണ് ഈ വന്ദേ ഭാരത് വരുന്നത്. ഇപ്പോൾ നമുക്ക് MP ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇവിടെ കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ നിന്ന് പ്രതിനിധികൾ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വികസനത്തെപ്പറ്റി ഇന്നത്തെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. കാരണം കഴിഞ്ഞ തലമുറ പോയി, നമ്മുടെ തലമുറയ്ക്ക് അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവണം. വരും തലമുറയ്ക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും BJP ഭരണത്തിൽ വരേണ്ടി വരും. കേരളത്തിലെ മണ്ണ് എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത രാഷ്ട്രീയമുള്ള ഒരിടമാണ്. LDF-ഉം UDF-ഉം മാറി ഭരിക്കുന്നിടമാണ്. ഇത്തവണ ഈ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വലിയ നേതാക്കളെ തന്നെ കളത്തിലിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോദി പ്രഭാവം ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതുവരെ നമ്മൾ പ്രതിഫലിച്ച് കണ്ടു കഴിഞ്ഞു. നമ്മളെക്കാൾ കടുത്ത രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചായ്വ് ഉണ്ടായിരുന്ന ത്രിപുര ആയിക്കോട്ടെ, വെസ്റ്റ് ബംഗാൾ ആയിക്കോട്ടെ, അവിടെയെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു. അതിനകത്തൊരു പ്രധാന ഘടകം, ഇപ്പോൾ BJP ഭരണത്തിൽ വന്നിട്ടില്ലെങ്കിൽ പോലും BJP പിടിച്ച വോട്ടുകളാണ് മറ്റൊരു പാർട്ടിയെ തോൽപ്പിച്ചിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ, ത്രിപുരയിലാണെങ്കിൽ BJP നേരിട്ട് ജയിച്ചു. ഇതുപോലെ തന്നെ ഹരിയാനയിൽ കാലങ്ങളായി കോൺഗ്രസിൻ്റെ കയ്യിൽ ഇരുന്നൊരു മണ്ഡലം, അവിടെയൊക്കെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിൽ വ്യക്തിപ്രഭാവം ഒരു ഭാഗത്തുണ്ട്. കാരണം മോദിജിയുടെ പേരിൽ തന്നെയാണ് ഇന്ന് വോട്ട് കിട്ടുന്നത്. പക്ഷേ ഈ വ്യക്തിപ്രഭാവം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കില്ല. അദ്ദേഹം മണ്ണിലിറങ്ങി പ്രവർത്തിക്കുകയാണ്, ബൂത്ത് തലത്തിൽ വരെ എത്തുകയാണ്. ഇപ്പം തന്നെ കേരളത്തിൽ എത്ര തവണ വന്നു പോയിരിക്കുന്ന ഓർക്കുക. അപ്പം അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് മന്ത്രിതലത്തിലുള്ള എല്ലാവരും വേർക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് വ്യക്തിപ്രഭാവത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെയും കൂടി ഫലം നമ്മൾ ഈ വരും ദിവസങ്ങളിൽ കാണുക തന്നെ ചെയ്യും. BJP കരുത്തരായിട്ടുള്ള നേതാക്കളെയാണ് നേമത്തായാലും വട്ടിയൂർക്കാവിലായാലും കളത്തിലിറക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ ഈ സംസ്ഥാനത്ത് BJPക്ക് ഒരു സർക്കാർ തുടങ്ങാൻ കഴിയും. എപ്പോഴും നമ്മൾ അതിലോട്ടാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ ഒരു ലക്ഷ്യബോധമില്ലാതെ നമുക്ക് പോകാനും പറ്റില്ല. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കും അറിയാം ഈ ഫ്യൂച്ചർ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ അത് BJP തന്നെയാണ്. എപ്പോൾ എങ്ങനെയെന്ന് മാത്രമേ ഒരു സംശയമുള്ളൂ. അത് 2031 എന്നൊരു ടാർഗറ്റ് എഴുതി വെച്ചുള്ളൂ. മാർക്ക് മൈ വേർഡ്സ്, BJP വിൽ ബി റൂളിംഗ് കേരള ഇൻ 2031. BJP എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ തെളിയുന്ന ചില മുഖങ്ങളുണ്ട്. അതിലൊന്നാണ് താങ്കളുടേതും. താങ്കളുടെ പേരും സ്ഥാനാർത്ഥിത്വത്തിൽ അവസാനം വരെ മുഴുങ്ങിക്കിട്ടുന്ന പേരാണ്. ഇപ്പോൾ പുതിയൊരു പദവി കൂടി എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെല്ലാം കാണുന്നത്? നമ്മുടെ കർമ്മവുമായി മുന്നോട്ട് പോവുക. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ നിലയ്ക്ക് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന സ്ഥാനമാനങ്ങൾ വേണ്ട, നമ്മൾ പ്രവർത്തിക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, നമ്മൾ പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ ശക്തിയൊക്കെ വേണമെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണം. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇലക്ഷൻ നിന്നാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ പാർട്ടി തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തി നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊടുക്കുക. ഒന്ന്, പിന്നെ പാർട്ടി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, വെറുതെ പറയുന്നൊരു പാർട്ടിയല്ല. അപ്പം നമ്മൾ ചെയ്ത പ്രവർത്തികൾ കണ്ടിട്ടാവണം. അല്ലെങ്കിൽ എൻ്റെ ഒരു 35-40 കൊല്ലത്തെ പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് മീഡിയ ലോകവുമായിട്ടാണ്, സിനിമയുമായിട്ടാണ്, സീരിയലുമായിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ NFTC ചെയർമാൻ എന്ന് പറഞ്ഞ് നമുക്കൊരു പദവി തന്നിരിക്കുന്നു. അപ്പോൾ അവർ നോക്കുന്നത് ഇന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് ഇതുവരെ ഉള്ളവരെല്ലാവരും നല്ല സംഭാവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും പരിചയമുള്ള ഒരു വ്യക്തി ഇന്ന് പ്രായവും പക്വതയായിരിക്കുന്നു. ഈ മനുഷ്യന് കൊടുത്തിട്ട് ഇനി പുതിയ തലത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന അവർക്കൊരു വിശ്വാസം തോന്നി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ തന്നെ ആദ്യം നന്ദി പറയാൻ വെച്ചാൽ അങ്ങനെ ഒരു വിശ്വാസം വന്നു ഇന്ത്യൻ ഗവൺമെൻറ്റിന്. അപ്പോൾ നന്ദി പറയേണ്ടത് പ്രസിഡൻറ്റിനാണ്, അതിനുശേഷം പ്രധാനമന്ത്രിക്കാണ്, അതിനുശേഷം INB മിനിസ്റ്ററുമാണ്. കാരണം ഇവരെല്ലാവരും കൂടി ചേർന്നൊരു തീരുമാനമാണ്
പുതിയ പദവിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. നന്ദി സാർ, എല്ലാവിധ ആശംസകളും. നന്ദി. വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് NDAക്ക് ഇത്തവണ കേരളത്തിലുള്ളത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.